ബിടെക് ട്യൂട്ടറിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ എന്ന് പറയുന്ന നമ്മുടെ S3 ലാബ് റെക്കോർഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ എക്സ്പീരിമെന്റ്സ് ആണ് നമ്മുടെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്, സിലബസിൽ ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ S3 ഈ ലാബില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നമുക്ക് പ്രോഗ്രാമിംഗ് ലെവൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളത് ടോട്ടൽ 24 എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പോൾ 24 അല്ല, നമുക്ക് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ 29 ആണുള്ളത്. അപ്പോൾ ഈ 29 എക്സ്പീരിമെന്റ്സിലും ഡിഫറെന്റ് സൈക്കിൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ സൈക്കിൾസിനും ഒരു പർട്ടിക്കുലർ എയിം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എന്താണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ക്ലാസസ് ആണോ, സിൻക്രണൈസേഷൻ ആണോ, അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ് ആണോ? അപ്പൊ അങ്ങനെ ഓരോ കാറ്റഗറൈസേഷൻ ആണ് ഓരോ സൈക്കിളിനുള്ളിലും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് എന്താന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ലാബിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, എക്സാം പാറ്റേൺസ് എങ്ങനെയാണ്, മാർക്കിംഗ് സ്കീം ഒക്കെ എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള വ്യൂ നമ്മുടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്, ഒരു ലാബ് സെക്ഷന്റെ എക്സാമിനേഷന് നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു എയിം. നമുക്കൊരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എഴുതാനായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് എയിമിന് വേണം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എയിം പോയിന്റ് ഔട്ട് ചെയ്ത ശേഷം നമുക്ക് അൽഗോരിതം, നമ്മൾ എന്ത് മെത്തേഡ് വെച്ചാണ് ആ പ്രോഗ്രാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, പർട്ടിക്കുലർ പ്രോബ്ലം സോൾവിങ് മെത്തേഡിൽ നമ്മൾ എന്ത് അപ്രോച്ചസ് ആണ് നടത്താൻ പോകുന്നത്. അപ്പൊ അതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അൽഗോരിതമെറ്റിക് വേ ആണ്. അപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അൽഗോരിതമെറ്റിക് വേയിന്റെ ഉള്ളിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയിം ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അൽഗോരിതം വേണം നിങ്ങൾ നെക്സ്റ്റ് എഴുതാനായിട്ട്. അപ്പോൾ ഈ അൽഗോരിതം നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡ് വെച്ചാണ് നമുക്ക് ശരിക്കും ലോജിക്ക്. ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ, ഇപ്പൊ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ പാലൻഡ്രോം അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് പറയുമ്പോൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്താലാണ് നമുക്ക് പാലൻഡ്രോം ആണ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ ലോജിക് എക്സ്പ്രഷൻസ് ഇതെല്ലാം നമ്മൾ ഒരു അൽഗോരിതമിക് വേയിന്റെ ഉള്ളിൽ ഡെപിക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ പ്രോഗ്രാം നെക്സ്റ്റ് എഴുതുന്നത്. അപ്പോ എക്സാം പാറ്റേണിന്റെ ഉള്ളില് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാല് ആദ്യം എയിം അൽഗോരിതം എഴുതി അതിനെ നിങ്ങളുടെ എക്സാം പോയിന്റ് നിൽക്കുന്ന ആരാണോ ആ ആളുടെ ഉള്ളില് ഇൻവെലിജേറ്ററിൽ കൊടുത്തു കഴിഞ്ഞ് അവര് സജഷൻ തന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാംസുകൾ കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഫസ്റ്റ് യു ഹാവ് ടു ഡൺ ദി അൽഗോരിതമിക് വേ. അപ്പൊ സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക, അതാണ് ആ പ്രോസസ്സ്. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ പ്രോഗ്രാംസ് വരുന്നത്. അപ്പൊ പ്രോഗ്രാമിലെ ജാവയാണെങ്കിൽ ജാവയുടെ മെയിൻ ആയിട്ടുള്ള ലൈബ്രറീസ് ഒക്കെ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഏതൊക്കെയാണോ നമ്മൾ ഏതിനൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, അപ്പോ പ്രിന്റ് ചെയ്യേണ്ടത് ഏതിനെയാണ്, അപ്പൊ അതിന്റെ മാത്തമാറ്റിക് ലോജിക്കൽ, ഇപ്പോ പ്രൈം നമ്പർ ആണെങ്കിൽ മോഡുലസ് വാല്യൂ എടുക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ്, അപ്പൊ ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് എഴുതുക. നെക്സ്റ്റ് അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് എന്താണ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മള് എക്സാമിന് വേണ്ടി പോകുമ്പോൾ കറസ്പോണ്ടിങ് അൽഗോരിതത്തിന്റെ ബേസിസിൽ പ്രോഗ്രാംസ് റിട്ടേൺ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ടും എഴുതിയ ശേഷമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈം നമ്പർ. അപ്പൊ പ്രൈം നമ്പറിന്റെ ജാവ വെച്ചിട്ടുള്ള പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. സെയിം മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാം. നോക്കിക്കേ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ആ ഒരു നമ്പർ, ഏത് നമ്പറാണ് നമുക്ക് പ്രൈം നമ്പർ എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പറിന് 1ഉം അതുപോലെ ഇറ്റ്സെൽഫ് ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വേറെ ഒരു നമ്പേഴ്സും അതിന്റെ ഫാക്ടേഴ്സിൽ വരില്ല.
അതാണ് പ്രൈം നമ്പർ എന്ന് നമ്മൾ ലോജിക്കലി പറയാറുള്ളത്. അപ്പോ പ്രൈം നമ്പറിനെ പ്രിന്റ് ചെയ്യിക്കാനായിട്ടുള്ള ജാവ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് നമുക്ക് പ്രൈം നമ്പർ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനായിട്ടുള്ള ഫസ്റ്റ് എക്സ്പെരിമെന്റ്. അപ്പോ ഇതിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റിന്റെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടു ഇംപ്ലിമെന്റ് എ ജാവ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ ഗിവൻ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്, അല്ലെ? അതായത് ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് പ്രൈം ആണോ അല്ലേ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, അൽഗോരിതം ആണ്. നമുക്ക് ആ എയിം ഡിഫൈൻ ചെയ്ത ശേഷം, എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഏകദേശം എയിം എന്ന് പറയുന്നത്, ടു ചെക്ക് വെദർ, അല്ലെ? അപ്പൊ അതിനുവേണ്ടി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക, അത് തന്നെയായിരിക്കും നമ്മുടെ എയിം. ഇനി അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോജിക് ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ പ്രൈം നമ്പർ കിട്ടാനായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമേഷൻസ് അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി. അപ്പോ എന്താണ്, ഫോർ ലൂപ്പില് അതുപോലെ തന്നെ ഐട്രേറ്റീവ് ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിനുള്ളിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ആ നമ്പർ. ഇപ്പോ നമ്മൾ 2 ആണ് എടുക്കുന്നെങ്കിൽ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഫാക്ടേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് 1ഉം 2 ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൈം ആണ്. അതുപോലെ 5, 2, 3, 5, 7 അങ്ങനെ അപ് ടു റേഞ്ചസ് പോകുന്നതാണ് പ്രൈം നമ്പേഴ്സിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് നോക്കാനായിട്ടുള്ളത്, നോക്കിയേ, ആദ്യം സ്റ്റാർട്ട്. അപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ്, സ്റ്റാർട്ടിംഗ് ഫേസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്താ, എൻഡ് എന്ന് പറയുന്ന ആ ഒരു ഡിറ്റർമിനേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, എൻഡ് ഓഫ് ദ ഫയൽ. അപ്പൊ സ്റ്റാർട്ട് എൻഡ് അൽഗോരിതത്തിലെ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ, ഏതൊക്കെയാണ് ഓപ്പറേഷൻസ്, ഫങ്ഷനാലിറ്റീസ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നോക്കിയേ, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രൈം നമ്പറിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താവശ്യമുണ്ട്, ഒരു ഇന്റീജർ n ഫ്ലാഗിന് ആവശ്യമുണ്ട്. അപ്പൊ ഒരു ഇന്റീജർ ഉണ്ട് ഇവിടെ, ഫ്ലാഗ് വാല്യൂ ഒരു ഇനിഷ്യലി നമുക്ക് ഒരു വാല്യൂവിനെ സെറ്റ് ചെയ്യാൻ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തിട്ടുണ്ട്. ഐ ഉണ്ട്, സെറ്റ് ഫ്ലാഗ് ഈക്വൽ ടു 0. അപ്പൊ ഇനിഷ്യലി നമുക്ക് വാല്യൂ 0 എന്ന് പറഞ്ഞ് ഫ്ലാഗിന്റെ വാല്യൂലാണ് നമ്മൾ 0 സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഇത്ര എലമെന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, നമ്മൾ ഏതിനൊക്കെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ വാല്യൂ ആണ് നമ്മൾ ഇനിഷ്യലി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ കാണിക്കാനായിട്ടുള്ളതാണ് ഡിഫൈൻ നമ്മുടെ അൽഗോരിതത്തിൽ വരുന്ന സ്റ്റാർട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെയാണ് നമ്മുടെ ശരിക്കും ഓപ്പറേഷൻസ്. നോക്കിയേ, സെറ്റ് ഐ ഈക്വൽ ടു 2, repeat step 4 to 5 until I less than or equal to n by 2. നോക്കിക്കേ, നമ്മുടെ സ്റ്റെപ്സ് 4 to 5 എന്ത് ചെയ്യാ, റിപ്പീറ്റ് ചെയ്യണം. എപ്പോഴാണ്, നമ്മുടെ I less than or equal to n by 2 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ്, അല്ലെ? ഈ ഒരു അരിത്തമെറ്റിക് ഫോർമുലന്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ 4ാമത്തെ 5ാമത്തെ സ്റ്റെപ്സ് ഫോളോ അപ്പ് ചെയ്യണം. എന്താണ്, ചെക്ക് ഇഫ് n മോഡുലസ് I ഈക്വൽ ടു 0 if true set flag equal to 1. അപ്പൊ നമ്മൾ ഇനിഷ്യലി ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരുന്നു, ഫ്ലാഗിന്റെ വാല്യൂ ഈക്വൽ ടു 1 വരുവാണെങ്കിൽ ഏതാണ് കണ്ടീഷൻ, n എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ആ നമ്പർ മോഡുലസ് I. അപ്പൊ I എന്ന് പറയുന്ന വാല്യൂല് നമ്മൾ കൊടുക്കുമ്പോ എന്താണ്, ഈ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് മോഡുലസ് ഓപ്പറേഷനിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ എന്താണ് നോർമൽ ഡിവിഷനിൽ നമ്മൾ കാണുന്ന കോഷ്യന്റ് ആണ്. ഇവിടുത്തെ മോഡുലസിൽ നമ്മൾ റിമൈൻഡർ സെക്ഷൻ ആണ് ഈ ഒരു മോഡുലസ് ഓപ്പറേഷനിൽ കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പേഴ്സിനെ മോഡ് എടുത്തു കഴിഞ്ഞാൽ, മോഡ് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഫ്ലാഗ് വാല്യൂ ഈക്വൽ ടു 1 ആവും. അപ്പൊ നമുക്ക് അവിടെ എന്താണ് പറയാൻ പറ്റുന്നത്, അങ്ങനെ ഫ്ലാഗ് വാല്യൂ 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐട്രേഷൻസ് നടക്കും, I++ നടക്കും, അല്ലെങ്കിൽ I ഈക്വൽ ടു I+1 എന്ന് പറഞ്ഞു. നമുക്ക് ഈ രണ്ടും സെയിം തന്നെയാണ്, അല്ലെ? അപ്പൊ ഈ സ്റ്റെപ്സ് അവിടെ നടക്കും. ഈ ഫ്ലാഗ് ഈക്വൽ ടു 0, അതായത് നമ്മുടെ ഫ്ലാഗിന്റെ വാല്യൂ ചേഞ്ച് ആയിട്ടില്ല, അതായത് n മോഡ് I എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തല്ല, അതൊരു പ്രൈം നമ്പർ അല്ല. ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 പ്രിന്റ് n ഇസ് എ പ്രൈം നമ്പർ, എൽസ് പ്രിന്റ് n ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പൊ നോക്ക്,
ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആണെന്നുള്ളത് ഫ്ലാഗ് വാല്യൂ സെറ്റ് ചെയ്തു. ഇനി ഫ്ലാഗ് നമുക്ക് ചേഞ്ച് വന്നിട്ടില്ല, ഇനിഷ്യലി ആ വാല്യൂ തന്നെയാണെങ്കിൽ എന്താണ്, അതൊരു പ്രൈം നമ്പർ ആണ്. ഇനി അല്ല എങ്കിൽ അത് വിച്ച് ഇസ് നോട്ട് എ പ്രൈം നമ്പർ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ലോജിക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാവ പ്രോഗ്രാമിംഗ് നടത്തുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആൽഗോറിതമിക് വേ എന്ന് പറയുന്ന. അപ്പൊ ഈ രണ്ട് സ്റ്റെപ്സ് അല്ലെ, i <= n/2 എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻസ് നോക്കി അത് സാറ്റിസ്ഫൈ ആവുമ്പോൾ n മോഡുലസ് ഓപ്പറേറ്റർ i ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ if true set flag equal to 0, ആ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ ഫ്ലാഗിന്റെ വാല്യൂ 1 വരും. ഫ്ലാഗിന്റെ വാല്യൂ 1 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ എന്താണ്, പ്രൈം നമ്പർ അല്ല എന്നുള്ള ആ ഒരു ലോജിക് ഫംഗ്ഷൻ വെച്ചാണ് നമ്മുടെ പ്രോഗ്രാം, ജാവ പ്രോഗ്രാം റിട്ടേൺ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഇസ് പ്രൈം ഓർ നോട്ട്. അപ്പൊ അതിന്റെ എന്താ പ്രോഗ്രാമിലോട്ട് നമുക്ക് നോക്കുമ്പോ നോക്കിക്കേ, എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. import java.util.scanner അല്ലെ, ലൈബ്രറീസ്, ജാവയില് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറീസിനൊക്കെ നമ്മൾ കോൾ ചെയ്യുകയാണ്. ദെൻ എന്താണ്, ക്ലാസിന്റെ ഉള്ളിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഓരോന്നും ഇവിടെ ഡിഫൈൻ ചെയ്യാം. എന്താ, പബ്ലിക് ക്ലാസ് പ്രോഗ്രാം 1, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആസ് scanner s equal to new scanner system.in age I k equal to 0 system.out.println. അപ്പൊ നമുക്കറിയാം ജാവയില് ലാംഗ്വേജസ് എഴുതുമ്പോ പ്രിന്റ് എന്ന് മാത്രമല്ല, അപ്പൊ നമ്മുടെ സേ ലാംഗ്വേജിലാണെങ്കിൽ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു, പ്രിന്റ് എഫ് എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് വെച്ചാണ് നമുക്ക് റിട്ടേൺ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ system.out.println എൻട്രി നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യൂ, ഇൻപുട്ട് ചെയ്യാം. അതായത് ഒരു നമ്പറിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം അല്ലെ. അപ്പോ ആ ഒരു കൺസോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻട്രി നമ്പർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇനി int n equal to s.next ln നോക്കിക്കേ, for i equal to 2, i less than i plus plus increment state. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 4 ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത് എവിടെ മാത്രം, നമ്മുടെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചാൽ മതിയാവും. ദെൻ ഞാനിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ മെയിൻ, ഇതാണ് കേട്ടോ. എന്താ, നമ്മുടെ n മോഡ് i വാല്യൂ, അപ്പൊ i വാല്യൂ ഇപ്പൊ എന്താണ് 2. അതായത് നമ്മുടെ ഏതൊരു വാല്യൂ ആണെങ്കിലും നമുക്ക് 2 വെച്ച് ചെയ്യുമ്പോ എന്താ, n മോഡ് i equal to 0. ഇവിടെ i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താ, i equal to 2, i less than or n എന്ന് പറഞ്ഞ് കണ്ടീഷൻ ട്രൂ ആവണം. ദെൻ അങ്ങനെയാണെങ്കിൽ i plus plus ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ n മോഡുലസ് ഓപ്പറേറ്റർ i ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് വാല്യൂ എന്ത് ചെയ്യും, 1 ആവും അല്ലെ. ഈക്വൽ ടു 0 ഫ്ലാഗ് 1 ആയി, വിച്ച് ഇസ് നോട്ട് എ പ്രൈം നമ്പർ നമുക്ക് പറയാൻ പറ്റും. ഇനി അപ്പൊ നമുക്ക് എന്താണ്, നോട്ട് എ പ്രൈം നമ്പറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഇനി k equal to, if k equal to 0, നമ്മൾ kയുടെ വാല്യൂ 0 ആണെങ്കിൽ system.out.println എന്താണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണെന്നുള്ളത് പ്രിന്റ് ചെയ്യിക്കുക. ഇതാണ് പ്രോഗ്രാം. പ്രൈം നമ്പറിന്റെ ജാവ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ് ആണ്. അപ്പൊ n മോഡ് i ആണ് മെയിൻ ആയിട്ട് അവിടെ ചെയ്യുന്നത്. അപ്പൊ അൽഗോരിതത്തിലും നമ്മൾ അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. അപ്പൊ നോക്കിക്കേ, എന്താണ് ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, നമുക്ക് നമ്മൾ ഏത് നെയിമിലാണ് സേവ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഓൾറെഡി നമ്മൾ കണ്ടു. നമുക്ക് എന്താ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ, കൺസോൾ, അതായത് കീബോർഡിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. എന്റർ ദ നമ്പർ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ
എന്ത് ചെയ്തത്, മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏതെങ്കിലും നമ്പർ എടുക്കും. ഇപ്പൊ നമ്മൾ 2 ആണ് കൊടുക്കുന്നെങ്കിൽ 2 ഇസ് എ പ്രൈം നമ്പർ. കാരണം n മോഡ് i എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ എന്താ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ. അപ്പോ 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ i ഈക്വൽ ടു ഇവിടെ എന്താണ് തുടങ്ങിയിട്ടുള്ളത് 2യിലാണ് അല്ലെ. ഐയുടെ വാല്യൂ 2 ആണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ എന്നിന്റെ വാല്യൂ 2 ആണ്. n ഇൻഡിജർ കൊടുത്തത്. അപ്പൊ 2 മോഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 ആണ്. 2 0. അപ്പൊ റിമൈൻഡർ എത്ര, 0 വന്നു. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. അപ്പോ കറസ്പോണ്ടിങ് നമുക്കറിയാം എന്താണ്, 2 ഒരു പ്രൈം നമ്പർ ആണ്. ദെൻ പിന്നെന്താ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, അപ്പോ നമുക്ക് ഒന്നും കൂടി അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത നമ്പറിനെ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത 4 കൊടുക്കാം. 4 കൊടുക്കുമ്പോൾ മീൻസ് എന്താണ്, ചെക്കിംഗ് കണ്ടീഷൻ അല്ലേ നമ്പർ. അപ്പോ ഒരു പ്രൈം നമ്പർ ആണെന്നുള്ളതും പ്രൂവ് ചെയ്യുക, ഇനി അല്ല എന്നുള്ളതും പ്രിന്റ് ചെയ്യിക്കുക. അപ്പൊ 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈം നമ്പർ. 4 കൊടുക്കുകയാണെങ്കിൽ പറ്റുമോ, ഇറ്റ് ഈസ് എ നോട്ട് പ്രൈം നമ്പർ. 1 2 4 അല്ലെ, 4ഉം 2 ഒക്കെ ഉണ്ട്. അപ്പൊ 1ഉം 4 മാത്രമേ ഫാക്ടേഴ്സ് ആവാവുള്ളൂ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ അങ്ങനെയല്ല, വിച്ച് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്നുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ പ്രോഗ്രാം ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് ആൻഡ് ദി ഔട്ട്പുട്ട് വെരിഫൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ട്. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ നമ്പറിന് എന്ത് ചെയ്യുക, കൺസോളിൽ നിന്ന് എൻറ്റർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് കിട്ടുക. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ എന്നുള്ളതിന്റെ എക്സ്പെരിമെന്റ് ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഇസ് പ്രൈം ഓർ നോട്ട്. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന വൈവ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോജിക്കലി ചോദിക്കാം എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ. അതുപോലെ തന്നെ മോഡുലസ് ഓപ്പറേറ്ററിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നത് ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതിനെ ഫ്ലോർ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താ ലോജിക് ഓപ്പറേഷൻസ്, n മോഡ് i എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ നമുക്ക് പോസിബിൾ ആക്കാം. പിന്നെ എന്താ തിയറി, ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈം നമ്പർ, പ്രൈം നമ്പർ ആവാനായിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്, പ്രൈം നമ്പേഴ്സ്, ദെൻ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് ഏതൊക്കെയാണ്, ദെൻ ഔട്ട്പുട്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്. ഇനി ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണോ, അതായത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വൈവയായിട്ട് ചോദിക്കാനായിട്ടുള്ളത്. അല്ലാത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് എല്ലാ എക്സ്പെരിമെന്റ് നോക്കിയ ശേഷം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിം എഴുതുക, എന്താ നമ്മുടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഏതാന്നുള്ളത് എഴുതുക, അൽഗോരിതംസ് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. അത് നമ്മൾ ഇൻവാലിഡേറ്ററിനെ കൊണ്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് അവര് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, സമ്മതം തരത്തുള്ളൂ. അപ്പൊ അത് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നതും എന്ത് ചെയ്യാം, പേപ്പറിൽ എഴുതാം ഔട്ട്പുട്ട്. ദെൻ ഔട്ട്പുട്ട് മാത്രമല്ല റിസൾട്ടും ഉറപ്പായിട്ടും നമ്മൾ എഴുതേണ്ടതാണ്. അപ്പൊ ഇതാണ് കറസ്പോണ്ടിങ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രൈം നമ്പറിന്റെ ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ പാലൻഡ്രോം. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടത് പാലൻഡ്രോം ആണ്. പാലൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലോജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മലയാളം എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ എടുത്തു. എന്താ, മലയാളം. ഇതിനെ നമ്മള് തിരിച്ചെഴുതിയാലും മലയാളം തന്നെ കിട്ടും. MALAYALAM അല്ലെ. അപ്പൊ നമ്മുടെ റിവേഴ്സ് എഴുതിയാലും അത് തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ സെയിം വേർഡ് തന്നെ നമുക്ക് ഒക്കർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു പാലൻഡ്രോം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പാലൻഡ്രോമിന്റെ സീക്വൻസ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ ജാവ വെച്ച് എങ്ങനെയൊക്കെ റിട്ടേൺ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ എയിം എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന എന്താണ്, ടു ഇംപ്ലിമെന്റ് എ ജാവ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൻ സ്ട്രിംഗ് ഇസ് പാലൻഡ്രോം ഓർ നോട്ട്. ഇനി
അൽഗോരിതം നോക്കിക്കേ, സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്തൊക്കെയാണ് സ്ട്രിങ്സ് യൂസ് ചെയ്യുന്നത്, ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒബ്റ്റെയിൻ സ്ട്രിങ് ആസ് ഇൻപുട്ട് ഫ്രം ദ യൂസർ. അപ്പം പാലൻഡ്രോമില് നമ്മുടെ യൂസർ ആണ് എന്ത് ചെയ്യുന്നത്, സ്ട്രിങ്ങിന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ കാണിച്ച പോലെ ഇവിടെ സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോൾ കൊടുക്കുക. അതിനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഡിറ്റർമിൻ ഇൻഡിജേഴ്സ്. ഇനി എന്താണ് ഫ്ലാഗ് വാല്യൂ, നമുക്ക് ഇനിഷ്യലി സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലാഗ് വാല്യൂ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻഡിജേഴ്സിന് വേണ്ടി ഡിഫൈൻ ചെയ്യാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആൻഡ് സ്റ്റോർ ഇൻ ലെങ്ത്. അപ്പൊ എന്താണ്, സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. എന്നിട്ട് ലെങ്ത് വാല്യൂല് സ്റ്റോർ ചെയ്യാം. കൺവേർട്ട് സ്ട്രിങ് ടു ലോവർ കേസ്. എന്നിട്ട് ആ വാല്യൂനെ എന്ത് ചെയ്യുക, ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. സെറ്റ് i equal to 0. റിപ്പീറ്റ് സ്റ്റെപ്പ് 7 to 8 until i less than n. അപ്പോൾ ഐയുടെ വാല്യൂ ലെസ് ദാൻ n എന്ന് പറയുന്ന കണ്ടീഷൻ വരെ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. Then check if the character at len minus I not equal to character at I. If true, set flag 1. Step 8 equal to I plus 1. നോക്കിയേ, ക്യാരക്ടർ ഈ len minus 1 minus I എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ആ ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. അവിടെയാണ് കണ്ടീഷൻ ഫങ്ഷൻസ് വരുന്നത്. നോട്ട് ഈക്വൽ ടു ക്യാരക്ടർ, അതായത് ഐ എന്ന് പറയുന്ന വാല്യൂല് ഈക്വൽ ടു ആണോ എന്നുള്ളത് കണ്ടീഷൻസ് അവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അത് കണ്ടീഷൻസ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാനായിട്ടുള്ളത് ഐട്രേഷൻ സ്റ്റെപ്പാണ്. അതായത് i equal to I plus 1, ഐയുടെ വാല്യൂവിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തു. If the flag equal to 0, print given string is a palindrome, else print it is not a palindrome. Okay, ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ്, ഗീവൻ നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ പാലൻഡ്രോം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇല്ല എങ്കിൽ നോട്ട് എ പാലൻഡ്രോം, അതായത് ഫ്ലാഗ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 1 വാല്യൂലോട്ട് മാറിയെങ്കിൽ നോട്ടാണ്. നേരത്തെയും നമ്മൾ അങ്ങനെ തന്നെയല്ലേ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, പ്രൈം നമ്പറിന്റെ പ്രോഗ്രാമും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ നോക്കാം, പ്രോഗ്രാം കോഡ് നോക്കിയ. പ്രോഗ്രാം കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പബ്ലിക് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസിന്റെ ഉള്ളിൽ ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കൂ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. നമുക്ക് കൺസോളിൽ വരേണ്ടത് എന്താണ്, നമ്മുടെ ഇൻഡിജർ അല്ല, നമ്മൾ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ട്രിങ് ആവാം, ക്യാരക്ടേഴ്സ് ആവാം, എന്തായാലും നമുക്ക് എന്താണ് എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെ, യൂസർ ഇൻപുട്ട് ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രോഗ്രാം എഴുതി. Then നോക്കിക്കേ, സ്ട്രിങ് ഈക്വൽ ടു s ഡോട്ട് നെക്സ്റ്റ് ലൈൻ int I j l k ഈക്വൽ ടു 0. അപ്പൊ നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ മെയിൻ ഐട്രേഷൻസ് വരുന്നത്. l ഈക്വൽ ടു സ്ട്രിങ് ലെന്ത് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളില് നമ്മൾ എന്താണ് ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ഫോർ i ഈക്വൽ ടു 0, i എന്ന് പറയുന്ന വാല്യൂ 0യിൽ തുടങ്ങി, j ഈക്വൽ ടു I minus 1, l minus 1 ആണ്, l minus 1 ആണ്. Then എന്താണ് നമ്മുടെ I less than 1 and എന്താണ് I plus plus j minus, അതായത് നമ്മുടെ ഐയുടെ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, ജെയുടെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഐ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ ലൂപ്പിൽ കോൾ ചെയ്യുന്നുണ്ട്, ജെ വെച്ചിട്ട് ലൂപ്പിന്റെ ഉള്ളിൽ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണ് ഇൻക്രിമെന്റ് ചെയ്യുക, മറ്റൊന്നിൽ എന്ത് ചെയ്യുക, ഡിക്രിമെന്റ് ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി if the string character at of I will not equal to string character of at of j k equal to 1, print. അപ്പൊ ഇവിടെ ഈ ഒരു കണ്ടീഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ആ രണ്ട് ഐ പാരാമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ജെ പാരാമീറ്റർ ഉണ്ട്. ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുക, അതിനോടൊപ്പം ജെയുടെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുക. അത് രണ്ടും ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഒരുമിച്ച് തന്നെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് കോളത്തിന്റെ ഉള്ളിൽ 4 എന്ന് പറഞ്ഞ ജെയിന് മാത്രമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇതെന്താണ് സ്റ്റെപ്പ് ഈസി ആക്കാൻ വേണ്ടി ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ഈ ഒരു ഫങ്ഷനാലിറ്റി നോക്കാം. അപ്പൊ ഇതിന്റെ ബേസിസിൽ ഇത് നോട്ട് ഈക്വൽ ടു ആണ്, അപ്പൊ k ഈക്വൽ ടു വാല്യൂ 1 ആവും. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ പാലൻഡ്രോം എന്ന് കാണിക്കാൻ പറ്റും. കാരണം അത് കണ്ടോ, നോട്ട് ഈക്വൽ ടു ആണ്. അതായത് സ്ട്രിങ് ഓഫ് എഐയിലെ സ്ട്രിങ്ങും അതുപോലെ തന്നെ സ്ട്രിങ് ഓഫ് എജെയിലെ സ്ട്രിങ്ങും
ഈക്വൽ ടു അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു പാലൻഡ്രോം അല്ലെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എ ഓഫ് ഐയിൽ കൊടുത്തു, ദെൻ എന്താണ് എ ഓഫ് ജെയിൽ നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യുന്നത് നോക്കുക. അപ്പൊ രണ്ടും ഈക്വൽ ടു അല്ല എങ്കിൽ ദിസ് ഇസ് നോട്ട് എ പാലൻഡ്രോം എന്നുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിന്റെ പ്രോഗ്രാം ആണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാമ്പിൾ ഔട്ട്പുട്ട് ഓഫ് ദ ഫോം നോക്ക്, നമ്മൾ ഏതിലാണോ ഏത് നെയിം വെച്ചിട്ടാണോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കൊടുക്കുമ്പോൾ സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മലയാളം എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മലയാളം കൊടുക്കുമ്പോൾ മലയാളം എന്താണ്, ഒരു പാലൻഡ്രോം അല്ലേ, നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അപ്പൊ അതൊരു പാലൻഡ്രോം സീക്വൻസിൽ നമുക്ക് കിട്ടി. ഇനി മലയാളം അല്ലാതെ ABCD എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാലൻഡ്രോം അല്ലാത്ത സീക്വൻസ് എടുത്ത് കൊടുക്കുക. ഇത് ഇവിടെ നോക്ക്, ജോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ജോയിന് തിരിച്ചെഴുതിയ EOJ എന്ന് പറഞ്ഞു, അതെന്താണ് പാലൻഡ്രോം സീക്വൻസ് അല്ല. അപ്പൊ എന്ത് വരും, ഇറ്റ് ഈസ് നോട്ട് എ പാലൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പല് കാണിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദ പ്രോഗ്രാം ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് ആൻഡ് ദ ഔട്ട്പുട്ട് വെരിഫൈഡ്, അതാണ് നമ്മുടെ റിസൾട്ടിനുള്ളിൽ ചെയ്യേണ്ടത്. അപ്പൊ ഉറപ്പായിട്ടും അൽഗോരിതം വേണം, അതുപോലെ തന്നെ എന്താ നമ്മുടെ ഔട്ട്പുട്ട് ദെൻ റിസൾട്ട് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ ലോജിക് കാര്യങ്ങളാണ് പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് അൽഗോരിതത്തിൽ പറയേണ്ടത്. അപ്പോ ഇവിടെ ചെക്കിംഗ് കണ്ടീഷൻസ് എന്താണ്, I അതുപോലെ തന്നെ J എന്ന് പറഞ്ഞ 2 പാരാമീറ്റർ വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാദ്യം ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം നോക്കാം.